അള്ളാഹുവിന്റെ ഔലിയാക്കളെ സുഹബത്തിലിരിക്കുന്ന പട്ടി പോലും നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലാവാൻ യോഗ്യനാണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസപ്രകാരം ഏതൊരാളും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുന്നവനാണ്. അത്തരക്കാർക്ക് നമുക്ക് മുസ്ലിം എന്ന് പറയാൻ പറ്റും. എന്നാൽ അവര് മൂമിനായിട്ടില്ല എന്നർത്ഥം. പക്ഷെ മൂമിനാവണം എന്നുണ്ടെങ്കിൽ കൽബ് വേണം, കൽബ് ഹയാത്താവണം. പക്ഷെ പട്ടിക്ക് കൽബില്ല. പട്ടിയുടെ ഉള്ളിൽ കൽബുണ്ട്, പക്ഷെ ആത്മമായ കൽബില്ല. നമ്മൾ കൽബ് എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് ഫുഹാദിനെ കുറിച്ചല്ല പറയുന്നത്, മാംസളമായ ഹൃദയത്തെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ പറയുന്ന വിഷയം അതിന്റെ ഉള്ളിലിരിക്കുന്ന രഹസ്യമാണ് കൽബ്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള വിഷയങ്ങളാണ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വിഷയത്തില് സൂറത്തുൽ കഹ്ഫ് ഈ രീതിയിലാണ് ഒരാൾ ഓതുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യം വ്യക്തമായി, ദീനിന്റെ പൊരുള് മനസ്സിലായി, ദീനിന്റെ ഉദ്ദേശം മനസ്സിലായി. ആ ഉദ്ദേശപ്രകാരം ജീവിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും. കാരണം ഇങ്ങനെയൊക്കെ മനസ്സിലാവണല്ലോ ആദ്യം. മനസ്സിലായാലാണ് ആഗ്രഹം വരുള്ളൂ. ആഗ്രഹം വന്നാലാണ് അവൻ ആവശ്യപ്പെടുള്ളൂ. ആവശ്യപ്പെട്ടാൽ അള്ളാഹു തആല തരുള്ളൂ. ഇതിനൊക്കെ നിയമങ്ങളുണ്ട്. ആ നിയമമാണ് സൂറത്തുൽ ഫാത്തിഹ. ഇങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്യണം? ഹിദായത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ 17 വട്ടം അള്ളാഹു തആല നിർബന്ധമാക്കി തീർത്ത് ചോദിക്കാൻ. ആ 17 വട്ടം നമ്മൾ നിർബന്ധമായും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹിദായത്ത് സിറാത്തുൽ മുസ്തഖീമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ചോദിക്കുന്ന ചോദ്യം സ്വന്തം കൽബിൽ നിന്നാവണം. അവന് അന്വേഷണം അത് ദാഹിക്കുന്ന ആളെ പോലെ, സിറാത്തുൽ മുസ്തഖീം ദാഹിക്കുന്ന ആളെ പോലെ, വിശക്കുന്ന ആളെ പോലെ ചോദിക്കണം. അതല്ലാതെ നാവ് കൊണ്ട് മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടോ അല്ലെങ്കിൽ കൽബ് ഇല്ലാതെ ഒരു ചിന്ത കൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ എന്ത് കിട്ടൂല? ഹിദായത്ത് കിട്ടൂല. കാരണം ദുആ ചെയ്യുന്നതിന് ഷർത്ത് പൂർത്തീകരണം നടക്കുന്നില്ല. അള്ളാഹു തആലാക്ക് ഇഷ്ടം കൽബ് കൊണ്ട് ചോദിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ബന്ധം കൽബിനോടാണ്, അല്ലാതെ നാവിനോടോ അല്ലാതെ ബുദ്ധിയോടോ ഒന്നല്ലല്ലോ. ഈ വിഷയം മനസ്സിലാക്കാതെ നമ്മൾ ഈ ബാഹ്യമായ വശം മാത്രം പിടിച്ചു പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് ബന്ധം വരുന്നില്ല. ഈ സൂറത്ത് ഓതുന്ന ഒരാളും അവനവന്റെ ദിവസങ്ങള് വേദനകൾ തള്ളി നീക്കുന്നില്ല. കാരണം അവർ ആൾറെഡി ഒരു വിശ്വാസത്തിലാണ്, ഞങ്ങൾ ഹിദായത്തിലാണ്, ഞങ്ങൾ ഏറ്റവും ഉന്നതരാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്, നിങ്ങളുടെ വിശ്വാസത്തിലാണ് അവർ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായി ചെല്ലേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണിത്. സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നുള്ളത്, ശരിക്കും തരീഖത്താണ് എന്നുള്ളത് നമ്മളെ കെ ഉസ്താദ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? തരീഖത്ത് എന്നുള്ളത്. അപ്പൊ ഈ സിറാത്തുൽ മുസ്തഖീമിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമിലായ ഷെയ്ഖിൽ തന്നെ എത്തണം. കാമിലായവനെ പോലെയുള്ള ഷെയ്ഖിൽ എത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കാമിലെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യമില്ല. കാമില് ആവണത് അതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഖുർആനിൽ നമ്മൾ പഠിച്ചത്. പക്ഷെ അതിന്റെ ഹഖീഖത്ത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഭാവിയിൽ ക്ലാസ്സിൽ വരുന്ന വിഷയങ്ങൾ നമുക്ക് പറയാം. ഒരുമിച്ച് ചർച്ച ചെയ്ത് പോയാൽ എവിടെ എത്തൂല. നമുക്ക് നമ്മളെ ഷെയ്ഖ് നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ രീതിയിൽ കൂടെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്രകാരം സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിദായത്ത് എന്താന്ന് വ്യക്തമായി തിരിയാൻ പറ്റും. അതേപോലെ തന്നെ ഹിദായത്ത് എന്തെല്ലാം തിരിയാൻ പറ്റും. അദ്ദേഹത്തിന് അത് മതി. അതിന്റെ കയ്യിൽ കസോട്ടി ഉണ്ട്, അടയാളമുണ്ട്. ആ അടയാളം വെച്ചുകൊണ്ട് അവർക്ക് ബാത്തിലും ഹക്കും തിരിച്ചറിയാൻ പറ്റും. അതിന്റെ പേരിൽ ആക്ഷേപിച്ച് അവനെ എത്ര തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അവനത് പ്രശ്നമുള്ള കാര്യമല്ല. അവന്റെ കയ്യിൽ അടയാളമുണ്ട്. ആ അടയാളം വെച്ചുകൊണ്ട് നാളെ എന്ത് ചെയ്യാൻ പറ്റും? അവനക്ക് ദജ്ജാല് വന്നാൽ തിരിച്ചറിയാൻ പറ്റും. ദജ്ജാലിന്റെ ഷെറിൽ പെട്ടുപോകൂല. എന്നാൽ ദജ്ജാലിന്റെ ഷെറിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറയുന്നുണ്ട് 70,000 പണ്ഡിതന്മാരെ വിട്ടുപോകുന്നത്. പച്ച തലപ്പാവ് ധരിച്ച 70,000 പണ്ഡിതന്മാര്. ഈ ഹദീസ് മുസ്നദിലുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ മുസ്നദ് ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉണ്ട്. ദജ്ജാലിന്റെ പിൻഗാമികളായിക്കൊണ്ട് പിന്തുടരുന്ന 70,000 പണ്ഡിതന്മാരുണ്ടായിരിക്കും. അവരെല്ലാവരും പച്ച തലപ്പാവ് ധരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങളായ പണ്ഡിതന്മാർ എങ്ങനെ ദജ്ജാലിനെ പിന്തുടരുക? അവർക്ക് എന്താ ബുദ്ധിയില്ലേ? അവരെ കയ്യിൽ ഖുർആനില്ലേ? ഹദീസുകളില്ലേ? ഇതിലൊക്കെ എത്രയോ വട്ടം റസൂൽ റിപ്പീറ്റായി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങള്, ദജ്ജാലിന്റെ അടയാളങ്ങള്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല? ആ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞ ഹഖീഖത്തിലേക്ക് എത്തണം.
ദിക്റെ കൽബ് എന്നുള്ള കവാടത്തിൽ എത്തിച്ചേരണം. അവിടെ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് ഇല്ലാത്ത മറ്റടയാളങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഖുർആനാണ് ഹദീസാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടു പോകും. അതിന് തെളിവാണ് ഈ ഹദീസ്. 70 പണ്ഡിതന്മാര് അതിനെ പിന്തുടരുമെന്ന് പറയാൻ കാരണം. ഇൻഷാ അല്ലാഹ് അപ്പൊ ആ ഒരു ഫിത്നയിൽ നിന്ന് അകപ്പെടുന്നത് രക്ഷപ്പെടുത്താൻ പറ്റും ഈ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. അതല്ല വെറുതെ കഹ്ഫ് ഇങ്ങനെ ഇരുന്ന് ഓതിയിട്ട് എങ്ങനെ രക്ഷപ്പെടാനാണ്? ബാഹ്യമായി ചിന്തിച്ചാൽ തന്നെ ഒരു ലോജിക്കില്ലല്ലോ. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഏതെങ്കിലും മൗലിയാക്കന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടോ എങ്ങനെയാണ് സൂറത്തുൽ കഹ്ഫ് ഓതി കഴിഞ്ഞാൽ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ളത്? ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകള് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവർക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം ഖുർആനിൽ എന്താണോ അത് അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല എന്നർത്ഥം. കാരണം അവർക്ക് അള്ളാഹുവിന്റെ ബന്ധമില്ല. അതിന്റെ പേരിൽ തന്നെയാണ് നമ്മളെ ഷെയ്ഖിന്റെ തൈലീമാത്തിൽ നിന്ന് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ എക്സ്പീരിയൻസ് ആണ് ഷെയ്ഖ് ഹക്കാണ്, ഷെയ്ഖ് ഏറ്റവും ഉന്നതനാണെന്നുള്ളത്. ആ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ബേസ് ഒന്ന് മനസ്സിലാക്കി തരണം. അതിന്റെ പേരിലാണ് ഈ ക്ലാസ് തുടങ്ങി വെച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മളെ പഴയ തൈലീമിന്റെ വിഷയത്തിലേക്ക് തന്നെ പോവാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചത് സ്വർഗത്തിൽ വെച്ചിട്ടാണ്. സ്വർഗത്തിലെ മണ്ണ് കൊണ്ടാണ് അള്ളാഹു ആദം നബിനെ പടച്ചത്, ഭൂമിയിലെ മണ്ണിനെ കൊണ്ടല്ല. സ്വർഗത്തിൽ നിന്ന് തന്നെയുള്ള മണ്ണിനെ കൊണ്ടാണ് അള്ളാഹു തആല ആദം അലൈഹി ഇസ്ലാമിനെ പടച്ചത്. ഇൻഷാ അല്ലാഹ് അതിലുള്ള തർക്കങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ പടക്കപ്പെടുന്ന സമയത്ത് അള്ളാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരം പടക്കുന്ന സമയത്ത് ഇബ്ലീസ് എന്നുള്ള ജിന്ന്, ആ ജിന്നത്തിൽപ്പെട്ട പിശാച്, അദ്ദേഹം അന്ന് ഒരു ഷെയ്ഖായിരുന്നു, മലക്കുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഷെയ്ഖായിരുന്നു. കാരണം അദ്ദേഹത്തിന് ബാഹ്യമായ ഇബാദത്ത് നല്ല വശമുണ്ട്. ഈ ഭൂമിയിൽ ഒരു സ്ഥലവും അദ്ദേഹത്തിന്റെ സുജൂദ് തട്ടാത്ത സ്ഥലമല്ല. അങ്ങനെ അത്രയും ആത്തിക്യമേറിയ ഇബാദത്ത് ചെയ്ത കാരണം, വലിയൊരു ആബിദായ കാരണം, അതിനായുള്ള പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ മലക്കുകളെ നേതാവാക്കി നിശ്ചയിച്ച്, മലക്കുകളെ ഷെയ്ഖാക്കി വെച്ച്, മലക്കുകൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു ആളായിട്ട് അദ്ദേഹം നിയമിച്ചു. അങ്ങനെ യാതൊരു പ്രശ്നവോ അല്ലെങ്കിൽ പരിഭവമോ ഇല്ലാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് അള്ളാഹു ആദമിനെ പടക്കാൻ ഉദ്ദേശിച്ചു. ആദം സൊഫിയുള്ളയെ പടക്കാൻ ഉദ്ദേശിച്ച സമയത്ത് അത് മലക്കുകളുമായിട്ട് ചർച്ച ചെയ്ത് അഭിപ്രായം അവരോട് പറഞ്ഞപ്പോൾ അവരെതിർക്കാൻ കാരണം, അവര് പറഞ്ഞ കാരണം, എന്തിനാണ് റബ്ബേ നീ ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യനെ വീണ്ടും ഉണ്ടാക്കുന്നത്? അവര് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും, ഫിത്ന ഉണ്ടാക്കും, രക്തച്ചൊരിച്ചിലുണ്ടാക്കും. വീണ്ടും അങ്ങനെയുള്ള ഒരു കൗമിനെ എന്തിനാ പടക്കുന്നതെന്നാ. അപ്പൊ അങ്ങനെ അവര് മലക്കുകൾ പറയണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ ഇവിടെ കൗമുകൾ കഴിഞ്ഞു പോയിണ്ടാവും. അതെ, ആദം നബി അലൈഹി സ്വലാമിന് മുമ്പ് 13,999 ആദമുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും ആദമുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശരിക്കും പ്രവാചകന്മാർ തന്നെയായിരുന്നു. ആ ഓരോ പ്രവാചകന്മാർക്കും ഉമ്മത്തും ഉണ്ടായിട്ടുണ്ട്. അവരവരുടെ ആയുസ്സൊക്കെ നമുക്കറിയാം ഒരുപാട് കൂടുതലാണ്. 1000-2000 കൊല്ലങ്ങളൊക്കെ അവർക്ക് ആയുസ്സുണ്ടായിരുന്നു. അപ്പൊ ഓരോ ആദമിനും അവരെ കൗമിനും അത്രയും കാലങ്ങൾ ആയുസ്സുണ്ടായിരുന്നു. അപ്പൊ കോടാനുകോടി കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആദ്യം മനുഷ്യനെ പടച്ച ശേഷം. അതിൽ അവസാനത്തെ ആദമായി കൊണ്ടാണ് ആദം സുഫിയുള്ള വരുന്നത്. ആദം സുഫിയുള്ള വന്നപ്പോഴാണ് ശരിക്കും ആത്മീയത നിലവിൽ വരുന്നത്. കാരണം അതിനു മുമ്പുള്ള 13,999 ആദമുകളും ഈ ഭൂമിയിൽ ജീവിച്ചത് ബാഹ്യമായ ഇൽമ പ്രകാരം മാത്രമാണ്. ബാഹ്യമായ ഇൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ഇബാദത്തുകൾ, നമ്മൾ ഇന്ന് ചെയ്യുന്ന ബാഹ്യമായ ജിസ്മിൻ്റെതായ കാര്യങ്ങൾ, ജിസ്മിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശാരീരികമായ ആരാധനകൾ, ആ ഇബാദത്താണ് അവർക്ക് പഠിപ്പിക്കപ്പെട്ടത്. അവർക്ക് വഹി ഇറങ്ങുമായിരുന്നു. പക്ഷെ ആ വഹി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ മുഖേന അവർക്ക് സന്ദേശം നൽകപ്പെടുകയാണ്. അല്ലാതെ അവർക്ക് യാതൊരു ബന്ധവുമില്ല. ആ പ്രവാചകന്മാർക്കൊന്നും അള്ളാഹുവിനോട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ പുതിയൊരു വിഷയം കൊണ്ടുവരണം. ആദം നബി അലൈഹി സ്വലാമില്, ആദം സുഫിയുള്ളയിൽ പുതിയൊരു വിഷയം കൊണ്ടുവരണം അള്ളാഹു തആല.
ഈ 13,999 ആദമിലും ഇല്ലാത്തൊരു വിഷയം കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഉള്ളിലുള്ള റൂഹിനെ കുറിച്ചുള്ള തൈലീം, ആ തൈലീം പഠിപ്പിക്കപ്പെടുകയാണ് ആദ്യമായിട്ട് ഭൂമിയിൽ. അതിനു മുമ്പൊന്നും ആ തൈലീം ഇല്ല. ഷാദൻ സൂഫിയുള്ളാഹ് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അത് പഠിപ്പിക്കാനുള്ള ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 13,999 ആദമുകളും അവരെ കൗമുകളും ഇവിടെ വന്നിട്ട് അവർ നല്ല രീതിയിൽ ജീവിച്ചു പോയിട്ടില്ല. എപ്പോഴും ഫിത്നയും ഫസാദും, പരസ്പരം അസൂയ വെക്കുക, പരസ്പരം ശണ്ട കൂടുക, പക വെക്കുക, അതേപോലെയുള്ള ഒരുപാട് ഫിത്നകൾ അതിന്ന് ഒരിക്കലും ഒരു മോചനമില്ലാത്ത പോലെ തുടർന്നു പോവുകയാണ്. അതിന്റെ കാരണം അവർക്ക് റൂഹാനിയായ ഇൽമ നൽകപ്പെട്ടിട്ടില്ല എന്നതാണ്. ജിസ്മാനിയായ ഇൽമ മാത്രമാണ് ഒരാളിലെങ്കിൽ അവരൊരിക്കലും നന്നാവൂല, അവര് വീണ്ടും തെറ്റിലേക്ക് പോകും. ഇതാണ് ശരിക്കുള്ള ഹക്കീക്കത്ത്. അതിന്റെ പേരിൽ അവർക്കൊരു പുതിയ ഇൽമ കൊടുക്കേണ്ടത് അത്യാവശ്യമായി വന്നു. അങ്ങനെയുള്ള ഒരു ആദമിനെയാണ് പിന്നെ പഠിച്ചത്. അപ്പൊ മുമ്പുള്ള പരിചയം അങ്ങനെ ആയതിന്റെ പേരിൽ മലക്കുകൾ അത് എതിർത്ത്. പക്ഷെ പിന്നീട് വന്ന ആദമില് പുതിയൊരു വിഷയം കൊടുക്കുന്നുണ്ട് എന്ന് അവർക്കറിയില്ല. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് അറിയാത്ത വിഷയം എനിക്ക് അറിയാമെന്ന് പറഞ്ഞത്. എന്നിട്ട് അതിന് തെളിവായിക്കൊണ്ട് ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഒരു പുതിയ ഇൽമ് കൊടുത്തുകൊണ്ട് ആദം നബിയോട് പറയുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാമിന് ചില അസ്മാകൾ പഠിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ അസ്മാകൾ പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ പല പണ്ഡിതന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമിയിലുള്ള വസ്തുക്കളുടെ പേര്, അല്ലെങ്കിൽ പല വിഷയങ്ങളുടെ പേര്, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങൾ അതിനുണ്ട്. അതൊക്കെ മലക്കുകൾക്ക് അറിയാമായിരുന്നല്ലോ. അതേപോലെ തന്നെ മുമ്പുള്ള ആദമുകൾക്കും അത് പരിചയമുണ്ട്. അതൊരു മഹത്വമുള്ള ഇൽമല്ല, അവർക്കില്ലാത്തൊരു ഇൽമാണ് ആദം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്തത്. ആ ഇൽമ എന്തിന്റെ ഇൽമാണ് നമുക്ക് അറിയേണ്ടത്? ആ ഇൽമ അള്ളാഹുവിന്റെ ഇൽമാണ്, ഈ റൂഹിന്റെ ഇൽമാണ്. റൂഹിന്റെ ഇൽമ എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാമിന്റെ ഉള്ളില് ഒരു റൂഹ് ഉണ്ട്. ആ റൂഹിന്റെ കൂടെ റൂഹിനെ സഹായിക്കാനായിട്ട് മറ്റ് 5 ആത്മാക്കൾ വേറെ ഉണ്ട്. ആ ആത്മാക്കളെ പേരുകളാണ് ഒന്ന് കൽബ്, അതേപോലെ തന്നെ രണ്ടാമത്തത് റൂഹ്, മൂന്നാമത്തത് സിറ്, നാലാമത്തത് കഫീ, അഞ്ചാമത്തത് അഖ്ഫ, ആറാമത് വരുന്നത് അന എന്ന് പറയും, ലത്തായിഫുൽ അന. റൂഹിനെ കൂട്ടാത്ത 5 ഞാൻ പറഞ്ഞത്, റൂഹിനെയും കൂടി കൂട്ടിക്കൊണ്ട് 6. ഇങ്ങനെ 5 ലത്തായിഫുകൾ നെഞ്ചിലും 1 ലത്തായിഫ് തലയിലും ആയിക്കൊണ്ട് ഒരു രഹസ്യം അള്ളാഹു പടച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുൻഗാമികൾ ആദമുകളിലും ഉണ്ട്, പക്ഷെ അവർക്കതിന് തൈലീമ് കൊടുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ആദം അലൈഹി സ്വലാമിന് ഇതിനെ തൈലീമ് ഇറക്കപ്പെടുകയാണ്. പക്ഷെ ഈ 5-6 ആത്മാക്കളുള്ളതിൽ എല്ലാത്തിൻ്റെയും തൈലീമ് ഇറക്കപ്പെടുന്നില്ല. ആദം നബി അലൈഹി സ്വലാമിന് കൊടുക്കപ്പെടുന്ന തൈലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കവാടമായ റുഹാനിയത്തിലേക്ക് ആദ്യത്തെ കവാടമായ കൽബിന്റെ വിജ്ഞാനം മാത്രമാണ് കൊടുക്കുന്നത്.